നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഒ.പി. വിഭാഗം പ്രവർത്തിക്കുന്നില്ല എന്നാണ് പരാതി. ആശുപത്രി കവാടത്തിന് മുന്നിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. ദേവൻ MP ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണോ? എന്താണ് അവരുടെ ആവശ്യം? സ്വാതി, നിലവിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ സംഭവം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സസ്പെൻഷനിലായ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സസ്പെൻഷൻ നടപടിയിൽ ഡോക്ടർമാരുടെ സംഘടന വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ ഇത്തരത്തിൽ ഡോക്ടർമാർ ഒരു നിസ്സഹകരണ സമരമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസമായി ആശുപത്രിയിൽ OP സംവിധാനം അടക്കമുള്ള സേവനങ്ങൾ ലഭ്യമായിരുന്നില്ല. മറ്റ് അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത്. മറ്റ് ചികിത്സകളെല്ലാം തന്നെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് ഡോക്ടർമാർ ഒരു വലിയ നിസ്സഹകരണ സമരം തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ സമരവുമായി എത്തിയിട്ടുള്ളത്. ആശുപത്രിയിൽ OP വിഭാഗം പ്രവർത്തിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം. മാത്രമല്ല, ആരോഗ്യമന്ത്രിയുടെ രാജി കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഏകദേശം 50ഓളം വരുന്ന പ്രവർത്തകർ ആശുപത്രി കവാടത്തിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി നെടുമങ്ങാട് നടക്കുന്നുമുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലടക്കം വലിയ രീതിയിലുള്ള സുരക്ഷ ഇതിനു മുൻപ് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നെടുമങ്ങാട് കഴിഞ്ഞ 2 ദിവസമായി ഈ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 2 ദിവസമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടരുന്നത്. സ്വാതി. ശരി ദേവൻ.